എന്തു പറ്റി കല്യാണി? ഈ ആൽബം മുഴുവൻ നോക്കിയിട്ടും ആനന്ദിനെ പറ്റിയൊരു പെണ്ണിനെ കണ്ടെത്താനായില്ലേ കല്യാണിക്ക്? എല്ലാം നല്ല നല്ല കുട്ടികളാ. പക്ഷേ ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ ശരിയാവില്ല. ഇതിനു മുമ്പ് വല്യൂഞ്ഞിന് പെണ്ണെ സെലക്ട് ചെയ്തപ്പോ പ്രിയങ്ക വർമ്മ എന്നാ ഞാൻ എഴുതിയിട്ടത്. അത് അബദ്ധായി, വലിയ അബദ്ധം. അതുകൊണ്ട് വല്യൂഞ്ഞിന്റെ കല്യാണത്തിന് ഞാൻ ഇനി ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യില്ല. അതാ എന്റെ തീരുമാനം. എന്നോട് രണ്ടാളും ക്ഷമിക്കണം. കണ്ടല്ലോ, ഇപ്പൊ കാര്യം നിനക്ക് കൺഫേം ആയല്ലോ. കല്യാണിയുടെ മനസ്സ് നിറയെ നീയാടാ. അതാ അവൾക്ക് മറ്റൊരു പെണ്ണിനെ നിന്റെ പെണ്ണായി കാണാൻ കഴിയാത്തത്. ഇനിയെങ്കിലും നീ ഒരു തീരുമാനത്തിലെത്ത്. അമ്മയോട് നിനക്ക് കല്യാണി ഇഷ്ടമാണെന്ന് പറയുന്നോ അതോ ഇതിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കൊടുക്കുന്നോ എന്ന്. സോറി മച്ചു, ഇത്രയൊക്കെ ഒരു കൂട്ടുകാരന് മാക്സിമം ചെയ്യാൻ പറ്റൂ. ഇനി നിന്റെ ജീവിതം നിന്റെ കയ്യിലാ, നീ എടുക്കുന്ന തീരുമാനത്തിൽ. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. നല്ലൊരു വാർത്തയ്ക്ക് നിന്റെ കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ. സോറി പ്രിയങ്ക, നിന്നെ ഞാൻ വില കുറച്ച് കാണുന്നൊന്നുമല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലും ഇതുപോലെ റിസോർട്ടിലും വെച്ച് നമ്മൾ കാണുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. അതാ എനിക്ക് നിന്നെ കുറിച്ചുള്ള ഏക കംപ്ലൈന്റ്. എനിക്കറിയാം നിനക്ക് ഈ പറഞ്ഞത് നന്നായി ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. തൂക്കിലേറ്റാൻ ഇറങ്ങിയ ആരാച്ചാരുടെ കഴുത്തിൽ കുരുക്ക് വീണൊരു കഥയുണ്ട്. അതുപോലെയാ ഇതും. തൃച്ചംബരത്തിലുള്ളവരെയും കല്യാണിയും ജയിലിൽ കയറ്റാൻ പോയ നീ ഒടുവിൽ ജയിലിലായി. പ്രത്യേകിച്ചും കല്യാണി ഒന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക്. അതാ അവളുടെ ജന്മവും രാശിയും. ആന്റിയുടെ മുനവെച്ചുള്ള സംസാരം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷേ ആന്റി ഒന്ന് മനസ്സിലാക്കണം, തൃച്ചംബരം ഒരു ലോക്കൽ ഫാമിലി അല്ല. അവിടെയുള്ളവർ ഫുട്പാത്തിൽ തുണി വിൽക്കുന്ന കച്ചവടക്കാരും. ദേ ആർ ബിഗ് ഷോട്ട്സ്. വമ്പൻ പാറക്കല്ലുകളെ ഉടയ്ക്കാൻ ചെറിയ കൈച്ചുറ്റുകയല്ല, വലിയ കൂടമാണ് ആവശ്യം. ഞാനിപ്പോ അത് തയ്യാറാക്കുന്ന തിരക്കില്ല. കൊള്ളാം, കേൾക്കാൻ നല്ല രസമുണ്ട് നിന്റെ ഉപമ. തൃച്ചംബരം ഉടഞ്ഞു തകരുന്നത് കാണണമെന്ന മോഹവും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. നീ അറിയുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. തൃച്ചംബരത്ത് രമണനും ചന്ദ്രികയും കഥയാ ഇപ്പൊ അരങ്ങ് തകർക്കുന്നത്. എച്ചിൽ പാത്രം വാരുന്ന കൈ അവിടുത്തെ മഹാറാണിക്ക് നേരെ ഉയർന്ന കഥയും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. ഒന്നും മറന്നിട്ടില്ല ആന്റി, ഒന്നും മറന്നിട്ടില്ല. ആ കഥയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു തിരക്കഥ ഒരുക്കിയിരിക്കാം. നല്ല ട്വിസ്റ്റുള്ള ചില സംഭവങ്ങൾ. താമസിയാതെ പ്രതീക്ഷിക്കാം ആന്റി. ആന്റി എന്നെ വിശ്വസിക്കണം, പ്രിയങ്കയുടെ വാക്കാണിത്. ആയിക്കോട്ടെ, നിന്നെ എനിക്ക് വിശ്വാസ പ്രിയങ്ക. ഒന്നുമില്ലെങ്കിലും അഖിലാണ്ടേശ്വരിയെ ഒന്ന് പിടിച്ചു കുലുക്കാൻ നിനക്ക് മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ആയുസിൽ അഖില എന്ന പെൺസിംഹം പതറിയത് നിന്റെ മുന്നിൽ മാത്രം. അതിന് പലപ്പോഴും ഈ വിലാസിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
അതാണ് എനിക്ക് നിന്നിലുള്ള വിശ്വാസം. ആ, ഞാൻ ഇറങ്ങുക. ഇനിയും താമസിച്ച എവിടെ പോയി, എന്തിനു പോയി എന്നുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ കാണാം നമുക്ക്. ഓക്കെ? ശരി. അയ്യോ, അരവിന്ദ് അവനെന്താ ഇവിടെ റിസോർട്ടിൽ? അറിയില്ല. ഏതായാലും ആന്റി ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്ക. പോ, അവൻ കാണണ്ട. പോ. അയ്യോ, ഓക്കേടാ, ഞാൻ തന്നെ വിളിച്ചോളാം. ഓക്കെ, ബൈ. സർ, ഗുഡ് ഈവനിങ് സർ. ഹാ, ശ്രീനിവാസ് നേരത്തെ എത്തിയല്ലേ? അതെ സർ. ബോസ് ഒരു കാര്യം ഏൽപ്പിച്ച പഞ്ചുലായിട്ട് അത് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. പാർട്ടി ഏകദേശം റെഡിയാണ്. ആഹാ, വെരി ഗുഡ്. എവിടെ സ്ഥലം? സർ, ഹാളിലാണ്. ദേ അവിടെ. ഓ, അവിടെയാണോ? ശരി, ആ വരും. സർ, ലെഫ്റ്റ്. ഒരു നിമിഷം എന്റെ ജീവൻ അങ്ങ് സ്വർഗത്ത് പോയി. ആകെ വിയർത്ത് കുളിച്ചല്ലോ തൃച്ചംബരത്തെ മഹാറാണി. അതെ, ചെന്നാലുടനെ പ്രഷറിന്റെ ഒരു ഗുളിക എടുത്ത് കഴിക്കണം. ഞാൻ രാത്രി വിളിച്ചോളാം. ദൈവമേ, കണ്ടിരുന്നെങ്കിൽ ഇന്ന് തൃച്ചംബരത്തൊരു തൂക്ക് കയർ പൊങ്ങിയേനെ. ഒരു തൂക്ക് കയറുമില്ല. ആന്റി, ചാണക്യം പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഭയം അത് പടി കടന്ന് വരുന്നത് വരെ ഉണ്ടാകാവൂ. പടി കടന്ന് മുന്നിലെത്തിയാ പിന്നെ നമ്മൾ ധൈര്യത്തോടെ വേണം നേരിടാൻ. എന്നാ ആന്റി ചെല്ല്, എനിക്ക് അല്പം കൂടി ജോലിയുണ്ട് ഇവിടെ. ശരി ശരി, ബാക്കിയൊക്കെ പിന്നെ. ഞാൻ പോവാ. പ്രിയ, ആ, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. പ്രിയ ഇനി പൊയ്ക്കോ. ഞാനിവിടെ കാണും രാത്രി വൈകും വരെ. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. Nimble, quick and light in movement or action. Nimble, quick and light in movement or action. Swooped, moved rapidly downwards through the air. Swooped, moved rapidly downwards through the air. Mowgli, jumping with large jumping movements. Fluttering, quick flapping of wings. Fluttering, quick flapping of the wings. Fluttering, quick flapping of the wings. ഇതെന്തു പറ്റി ചേച്ചിക്ക്? എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നല്ലോ. ആകെ ഡെസ്പായിട്ടിരിക്കുന്നു. ചേച്ചി, ചേച്ചി,
ചേച്ചി എന്താ? അതെ, അതാണ് എനിക്ക് അറിയേണ്ടത്. ചേച്ചിക്ക് ഇത് എന്തു പറ്റി? എന്തോ നഷ്ടപ്പെട്ടതുപോലെ ആകെ തളർന്നിരിക്കുകയാണല്ലോ ചേച്ചി. ഏയ്, അങ്ങനെയൊന്നുമില്ല. നിനക്ക് വെറുതെ തോന്നണതാ. ചേച്ചി എന്നോട് മറയ്ക്കാനൊന്നും നോക്കണ്ട. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഈ സങ്കടത്തിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്തറിയാന്ന്? ദേ അനിയൻകുട്ടാ, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കരുത്. ഓ, ആവശ്യമില്ലാത്തൊന്നും അല്ല ചേച്ചി, ഞാൻ പറയുന്നത് സത്യ. സത്യോ? എന്ത് സത്യം? അഖില മേഡം വലിയ കുഞ്ഞിന് കൊടുത്തിരുന്ന ആ 2 ദിവസത്തെ സമയം ഇന്ന് തീരും. വലിയ കുഞ്ഞിന് ആൽബത്തിൽ നിന്നും ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് ഇന്ന് കൊടുത്തേ പറ്റൂ. ഇതാണ് അവസ്ഥ. അപ്പോ വലിയ കുഞ്ഞ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുമോ കൊടുക്കാതിരിക്കോ എന്നതാണ് ചോദ്യം. ചേച്ചിയുടെ ഈ വിഷമത്തിനുള്ള കാരണോ അതാണ്. എന്താ, ശരിയല്ലേ? പോടാ അവിടുന്ന്. ആ, ചേച്ചിയോട് ഇരിക്കേ, അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. അതെ, ചേച്ചിക്ക് വലിയ കുഞ്ഞിനെ ഇത്രത്തോളം ഇഷ്ടമായിരുന്നിട്ട് എന്തിനാ ചേച്ചി ഞാൻ പറയുമ്പോഴൊക്കെ ദേഷ്യപ്പെടുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഏതായാലും ചേച്ചി വിഷമിക്കണ്ട. ദേ നോക്കിക്കേ, നാളെ ആ ആൽബത്തിൽ നിന്നും വലിയ കുഞ്ഞു ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യാൻ പോകുന്നില്ല. അതാണ് എന്റെ തോന്നല്. ഏയ്, അതിനൊന്നും ഒരു വഴിയില്ല അനിയൻകുട്ടാ. ഞാൻ വല്യുഞ്ഞിന്റെ മുറി പോയപ്പോ വല്യുഞ്ഞി ശബരി സാറും കൂടി ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി ആൽബം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോ ആൽബം തന്നിട്ട് വല്യുഞ്ഞിന് യോജിക്കുന്ന ഒരു പെൺകുട്ടിയെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ചേച്ചിയോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞോ? എന്നിട്ട് ചേച്ചി ഏതെങ്കിലും പെൺകുട്ടി സെലക്ട് ചെയ്ത് കൊടുത്തോ? ഇല്ല. പ്രിയങ്ക വർമ്മയുടെ പേര് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ കല്യാണം നടന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. സൂപ്പർ, ആ എന്തായാലും കാര്യമായി. ചേച്ചി അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നെങ്കിലേ വലിയ കുഞ്ഞ് വിചാരിച്ചേനെ ചേച്ചിക്ക് വലിയ കുഞ്ഞിനോട് ഇഷ്ടമില്ലെന്ന്. വലിയ കുഞ്ഞ് ആ ഫോട്ടോ അഖില മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തേനെ. ഇപ്പൊ ചേച്ചി അതിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാത്തത് കൊണ്ട് ചേച്ചിയുടെ മനസ്സിൽ വലിയ കുഞ്ഞാണെന്ന് മനസ്സിലാക്കി ആ ആൽബത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലെന്ന് വലിയ കുഞ്ഞ് അഖില മാഡത്തോട് നാളെ പറയും. നോക്കിക്കോ, അതായി ഇനി സംഭവിക്കാൻ പോകുന്നത്. ഉറപ്പ് എനിക്ക്. ഏയ് ഇല്ല, വലിയ കുഞ്ഞ് അമ്മയുടെ വാക്ക് ഒരിക്കലും ധിക്കരിക്കില്ല. നീ പറയുന്നത് പോലൊന്നും അല്ല കാര്യങ്ങള്. ശരി, ബെറ്റ് വെച്ച് നോക്കാം. ഞാൻ പറയുന്നു വലിയ കുഞ്ഞ് നാളെ ആ ആൽബത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു. അതേ സംഭവിക്കൂ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം. ആ, ബെറ്റ് പറഞ്ഞില്ലല്ലോ, ഒരു ദം ബിരിയാണി. ഓക്കെ, ശരി, അപ്പൊ നമുക്ക് കാണാം. Mowgli was kidnapped by the Bandarlog. Ran the kite helped Bagheera and Balu to find him. ഓ മൈ ഗോഡ്, സമയം ഇത്രയായോ? അരവിന്ദ് എന്താ ഇനിയും വരാത്തെ? ഇന്ന് വൈകുമൊന്നും പറഞ്ഞില്ലല്ലോ.
അവൻ എന്നോട് എന്നെ ഈ അരവിന്ദ് തൃച്ചംബരത്ത് അരവിന്ദിനോട് അവൻ വെല്ലുവിളിക്കണേ നമ്മുടെ അടുത്ത് നീ നല്ല ഫിറ്റാ. ഇപ്പൊ പോണോ? കുറച്ച് കഴിഞ്ഞു മോനെ മണി 9 തൃച്ചംബരത്ത് നാട്ടുരാജേ ഇപ്പോൾ അമ്മ മഹാറാണിയുടെ ഭരണത്തിലാ. നിനക്ക് നടക്കാൻ പോലും വയ്യ. ഈ അവസ്ഥ നിന്റെ അമ്മ കണ്ടാ അറിയാലോ. ഇത് പാർട്ടിയാ. എന്നിട്ട് ഇപ്പോഴെങ്കിലും ഞാനൊന്ന് സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചങ്കിള് പറഞ്ഞ് നമ്മളോട് ഇരിക്കണേ? പിന്നെ ഈ മദ്യപാനത്തിന് എന്താന്ന് അതിന്റെ പേര്? മദ്യപാനത്തിന് ചില തത്വങ്ങൾ, പഞ്ചശീല തത്വങ്ങൾ കേക്കണേ കേട്ടോ. 1 പകലരുത്. പകൽ സമയത്ത് 2 പതിവരുത്. പതിവായിട്ട് 3 പലതരുത്. പല ബ്രാൻഡുകള് പിന്നെ 4 പലരരുത്. എല്ലാരും ആയിട്ട് അടിച്ച് പിറ്റവർന്ന് അർത്ഥം. 5 പഴമരുത്. പഴം കഴിച്ചാ ഓ ഞാൻ കുടിച്ചിട്ട് കുറച്ചു നാളായി, അതുകൊണ്ട് അല്പം ഞാനിന്ന് ഫിറ്റ് എന്ന് വെച്ചിട്ടേ എന്നെ വില കുറച്ച് കാണരുത്. ഒന്നുമില്ലെങ്കിൽ 10-16 കമ്പനിയുടെ MD അല്ലടാ ഞാൻ. അപ്പോ എവിടെ പറഞ്ഞോളൂ ഏട്ടാ, ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു ന്യൂസ് അറിയാൻ. അരവിന്ദേ, കൂട്ടുകാരന്റെ ബാച്ചലർ പാർട്ടി കഴിഞ്ഞ് കുടിച്ച് ലെക്ക് പോലും ഇല്ലാതെ ഇറങ്ങിയിട്ടുണ്ട്. അവൻ വഴിയിൽ തന്നെ ആരെയെങ്കിലും ഇടിച്ചു കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാ. വെരി വെരി ഗുഡ്, കൊള്ളാം. കേൾക്കുമ്പോ തന്നെ കാതുകൾക്ക് സുഖം പകരുന്ന വാർത്ത. അരവിന്ദിന് പണ്ടേ പ്രിയം മദ്യവും മധുരാക്ഷിയും ആണല്ലോ. ഇടയ്ക്ക് അവനൊന്ന് രാമനായി പോയോന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. അതിപ്പോ മാറിക്കിട്ടി. ഏതായാലും ഇപ്പൊ ഞാൻ തൃച്ചംബരത്തേക്കൊന്ന് വിളിക്കാൻ പോവാ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയോട് പറയാം മകന്റെ തലയ്ക്കൽ വെച്ച് കരയാൻ ഒരു നിലവിളക്കൊരുക്കാൻ. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കെട്ടങ്ങ് ചെല്ലുമ്പോ ധൃതി പിടിച്ച് ഓടണ്ടല്ലോ. ഏയ് നോ പ്രിയ, വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. തൃച്ചംബരം എന്ന മഹാവൃക്ഷത്തെ മൂടോടെ പിഴുതെറിയാതെ ഓരോരോ ശിഖരങ്ങളായി മുറിച്ചെറിയണമെന്നാണ്. അതിന്റെ തുടക്കമാണ് ഈ അരവിന്ദിന്റെ പതനം. ആദ്യം അവൻ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അത് കഴിഞ്ഞ് മതി മുന്നറിയിപ്പ് നൽകലൊക്കെ. ശ്രീനിയേട്ടന് ഷുവർ ആണോ അത്? 100%. യു ജസ്റ്റ് സിറ്റ് ആൻഡ് റിലാക്സ്. ടെസ്റ്റ് മാച്ചിന് സോഫയിൽ ചാരിയിരുന്ന് നമ്മൾ കളി കാണാറില്ലേ, അത്ര തന്നെ. എന്താ അതുപോലെ? ഓക്കെ ശ്രീനിയേട്ടാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.